ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിന്റെ വായനയ്ക്കായി, ധ്യാനത്തിനായി, കേൾവിക്കായി ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. ആമേൻ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്, ധ്യാനിക്കുവാനായി പോകുന്നത് പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യഭാഗങ്ങളാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 14 to 17. ഇങ്ങനെ വായിക്കുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആമേൻ ഈ വചനത്തിൽ നിന്ന് ആമേൻ പുതിയ നിയമ വിശ്വാസികളെ കുറിച്ചുള്ള 3ാമത്തെ വിശേഷണ പദം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അത് ഇങ്ങനെയാണ്: ആമേൻ, നിങ്ങൾ അനുസരണമുള്ള മക്കളായി, ഒബീഡിയന്റ് ചിൽഡ്രൻ എന്നുള്ള ആത്മീക സന്ദേശമാണ് ഇന്ന് പകലിൽ ആമേൻ പങ്കിടുവാനായിട്ട് തുടങ്ങുന്നത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ആമേൻ നമ്മൾ ഒരുമിച്ച് 2 ആത്മീക സന്ദേശങ്ങൾ ആമേൻ ചിന്തിച്ചിരുന്നു. അതിൽ ഒന്ന് ആമേൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് നിങ്ങൾ പ്രവാസികൾ അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ 2ാമത്തെ ഭാഗത്തുനിന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 3ാമത്തെ ഭാഗത്ത് ആമേൻ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങുന്നത് നിങ്ങൾ അനുസരണമുള്ള മക്കൾ എന്ന പോലെ അവൻ എല്ലാ നടപ്പിലും വിശുദ്ധന്മാരായിരിക്കുവാൻ ഉള്ള അവൻ ദൈവത്തിന്റെ ആലോചനകളാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിന്റെ ലേഖനത്തിൽ ദൈവമക്കളുടെ ഏകദേശം 20 വിശേഷണ പദങ്ങൾ, ആഡ്ജക്റ്റീവ് ഓർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ വിവരിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ അവൻ അറിയുമ്പോഴാണ് ആ സ്ഥാനത്തിലൂടെ, ആ സ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്നുള്ള പ്രവൃത്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് പകൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് അവൻ ദൈവമക്കളെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൻ പ്രത്യേക പദം ഇങ്ങനെയാണ്: അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. അവൻ ഇന്ന് പകൽ ഈ ഒരു വേദഭാഗം നമ്മൾ വായിച്ച 2-3 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് വായിപ്പാൻ, ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഇത് നമ്മളെ അല്പം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അല്പം കൂടെ നമ്മളുടെ ആത്മീക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ അല്പം പ്രയാസത്തോടെ, വിഷമതയോടെ നോക്കി കാണാവുന്ന ഒരു വേദഭാഗമാണ്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയുടെ ഹൈയസ്റ്റ് ഫോം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വേദവാക്യമാണ്. ഞാനതിൻ്റെ 1-2 വിശദാംശങ്ങൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് മുൻപോട്ട് വരാം. ഇത് പത്രോസ് എഴുതിയത് ആർക്കാണ് എന്നതിൻ്റെ പ്രാരംഭവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പൊന്തൂസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവാം ദൈവത്തിന്റെ മുന്നറിവിന് അങ്ങനെ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയിട്ടുള്ളതാണ്. അന്ന് ഏഷ്യ മൈനറിന്റെ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്തിട്ടുള്ള വിശ്വാസികൾക്ക് എഴുതിയിട്ടുള്ള അതേ ലേഖനം ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഇന്ന് പ്രസക്തമായിട്ടുള്ള, ഇന്നും ആവശ്യമായിട്ടുള്ള ദൈവവചന സന്ദേശമായിട്ട് നിലകൊള്ളുകയാണ്. ഇത് പറയുമ്പോൾ
നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. മറ്റ് വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ അവൻ ചിതറിപ്പാർക്കുന്ന ആ സ്ഥലം ഒട്ടും വിശുദ്ധമായ സ്ഥലമല്ല. അവിടുത്തെ ആളുകൾ ഒട്ടും ദൈവഭക്തിയോ ദൈവഭയമോ ഉള്ള ആളുകളല്ല. അന്നും ഇന്നും എന്നും ആമേൻ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന, ദൈവത്തിന്റെ സിസ്റ്റത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് ആമേൻ ക്രിസ്ത്യ ജീവിതം വളരെ പ്രയാസകരമേറിയതാണെന്ന്, പ്രതികൂലം ആമേൻ ഉണ്ടാകുന്നത് എല്ലാവരും നമുക്ക് എല്ലാ നിലയിലും അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലം എന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോ ചിതറിപ്പാർക്കുന്ന ആമേൻ ദൈവമക്കളോട് പത്രോസ് പറയുന്നത് ഇതാണ്: ഈ ചിതറിപ്പാർക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ചിതറിപ്പാർക്കുന്ന നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സ്ഥലങ്ങളിൽ ദൈവത്തിന് അനുസരണമുള്ള മക്കളായി നിൽക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പ്രത്യേക കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 1 John chapter 4 verse 19, sorry 5 verse 19, 5:19. We know that we are from God, and the whole world lies in the power of the evil one. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് ആത്മീയമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അവൻ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ദുഷ്ടൻ എങ്ങനെയാ ഈ അധീനത വന്നതെന്ന് ബൈബിളിന്റെ ആരംഭ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പൊതുവായി നിങ്ങളുടെ ഓർമ്മ പുതുക്കലിന് വേണ്ടി ഞാൻ പറയട്ടെ. ഈ ദൈവം സൃഷ്ടിച്ചതാണ് ദൈവിക ദൂതന്മാർ എന്ന് നമുക്കറിയാം. അതിലെ ഒരു ദൂതനാണ് ദൈവത്തോട് മറുതലിച്ച് അവൻ പാപം ചെയ്ത് വീണുപോയ ലൂസിഫർ എന്ന് നമുക്കറിയാം. പക്ഷേ ആ ലൂസിഫറിന്റെ വീഴ്ച, അല്ലെങ്കിൽ ലൂസിഫറിന്റെ സൃഷ്ടി, ലൂസിഫറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അവന്റെ കൂടെ വീണുപോയ ദൂതന്മാരുടെ വിവരണങ്ങളും ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ എങ്ങും പറയാത്ത ഒരു കാര്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത്. എന്നാണെന്നറിയാമോ? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടികളുള്ളവരായി പെരുകണം. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയും ഭൂമിയിലുള്ള സകലത്തിന്മേൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? വാഴണം, അധികാരം നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൂതന്മാരോട് ദൈവം ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും അധികാരം നടത്തി വാഴണമെന്ന് പറഞ്ഞത്? ദൂതന്മാരോട് പറഞ്ഞിട്ടില്ല. അവൻ ഭൂമിയെ വാഴാൻ, ഭൂമിയിലുള്ളതിന്മേൽ വാഴാൻ, ഭൂമിയിലുള്ളതിന്മേലുള്ള അധികാരം നടത്താൻ ദൈവം ദൂതന്മാർക്കല്ല അധികാരം കൊടുത്തത്. ദൈവം ആർക്കാണ് അധികാരം കൊടുത്തത്? ആദാമിനാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. പക്ഷേ പാപത്തിലൂടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അധികാരം നടത്താൻ, വാഴുവാൻ അധികാരം ലഭിച്ച മനുഷ്യൻ, ആ അധികാരം ആ മനുഷ്യനെ വന്ന് പരീക്ഷിച്ച, ആ മനുഷ്യനെ വന്ന് പരീക്ഷിച്ച പിശാചിന്, അല്ലെങ്കിൽ അവൻ ആ പഴയ പാമ്പായ സർപ്പത്തിന് സാത്താൻ എന്ത് ചെയ്തു? സമർപ്പിച്ചു കൊടുത്തു. അപ്പോ ഇന്ന് ഭൂമിയിലുള്ള, ബൈബിൾ പറയുന്നു, ഭൂമിയിൽ അല്ലെങ്കിൽ സർവ്വലോകവും സാത്താന്റെ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സത്യത്തിൽ അത് ആരാണ് അത് കീഴ്പ്പെടുത്തി സാത്താൻ കൊടുത്തതെന്നറിയോ? മനുഷ്യനാണ്. ദൈവമല്ല, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലിൽ നമ്മൾ പറയുന്നത്, അവൻ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറയാൻ, അവ നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? ആദാം തന്റെ അധികാരം പിശാചിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷേ അവസാനത്തെ ആദാം വന്നിട്ട് ആ അധികാരം തന്റെ മക്കൾക്ക് തിരിച്ചു കൊടുത്തു എന്ന് നമുക്ക് അറിയണം. ഇവിടെ ദുഷ്ടന്റെ അധീനതയിലാണ് ഭൂമി. യെസ്, ആമേൻ. ഇൻ പ്രിൻസിപ്പിൾ ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ ദുഷ്ടന്റെ മേൽ നമുക്ക് ജയം ഉണ്ടാകുക ഈ ലോകത്തിൽ?
ഉണ്ടാകും. അവൻ ദുഷ്ടന്റെ അധീനതയിൽ ഭൂമി കിടക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുഷ്ടനെ ജയിപ്പാനുള്ള അധികാരവും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ അധികാരം തിരിച്ചു കൊടുക്കാമെന്ന് ആമേൻ പിശാച് ഒരിക്കൽ ആമേൻ ഒടുക്കത്തെ ആദാമായ യേശുവിനോട് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ? ആമേൻ 40 ദിവസത്തിന്റെ ഉപവാസത്തിന്റെ അവസാന സമയങ്ങളിൽ യേശുവിന്റെ അടുക്കൽ പിശാച് പരീക്ഷിച്ച പല പരീക്ഷകളിൽ ഒന്നിങ്ങനെയായിരുന്നു: നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. നോക്കണേ, ഒരു വേദനയില്ല, ഒരു പ്രയാസമില്ല, ഒരു ക്രൂശില്ല, ഒരു അവൻ മുൾക്കിരീടമില്ല, ഒരു ചാട്ടവാറടിയില്ല, ഒന്നുമില്ല. ഒരൊറ്റ കാര്യം, നീ വീണ്, നിങ്ങൾക്കറിയാമോ വീണ് നമസ്കരിക്കാൻ പറഞ്ഞത്? അവൻ ആക്ച്വലി വർഷിപ്പ് എന്ന പദത്തിന്റെ അർത്ഥം ലിറ്ററൽ മീനിങ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. വർഷിപ്പ് എന്ന അവൻ ഉള്ള പദത്തിന്റെ അർത്ഥം പാട്ടെന്നോ അവൻ കയ്യടിയെന്നോ അന്യഭാഷയൊന്നും അല്ല. വർഷിപ്പ് എന്നതിന്റെ എബ്രായ പദത്തിന്റെ അർത്ഥം വീണ് നമസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുക എന്നുള്ളതാണ്. അതായത് വീട് നമസ്കരിക്കുക എന്നുള്ളതാണ്. അവൻ പിശാച് യേശുവോട് പറഞ്ഞു, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. അപ്പോൾ അത് അവന്റെ കയ്യിൽ ഉള്ള അധികാരം കൈ. ആക്ച്വലി നിങ്ങൾക്കറിയാമോ, അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ സത്യത്തിൽ സംഭവിച്ചതെന്നറിയോ? സത്യത്തിൽ സംഭവിച്ചത് അവിടെ നമ്മൾ അങ്ങനെ ലിറ്ററലി കാണുന്നില്ലെങ്കിലും ദൈവം പറഞ്ഞത് കേൾക്കാതെ പിശാച് പറഞ്ഞ വാക്ക് കേട്ട് അതനുസരിച്ചപ്പോൾ സത്യത്തിൽ അവിടെ നടന്നതെന്നറിയോ? ദൈവിക അധികാരം ഇവർക്ക് കൊടുത്തത് പിശാചിന് കൈമാറുകയായിരുന്നു. അങ്ങനെ ഒരു പിക്ചർ അവൻ അദ്ദേഹത്തിന് മനസ്സിലായില്ല, ആദാമിനും ഹവ്വയ്ക്കും മനസ്സിലായില്ലെങ്കിലും അവിടെ നടന്ന അതായിരുന്നു. പക്ഷെ ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ അറിയണം. ഒടുക്കത്തെ ആദാമായ യേശു കർത്താവ് പിശാചിന്റെ കാലേ വീണല്ല അധികാരം തിരിച്ചു പിടിച്ച് നമുക്ക് തന്നത്. യേശുവിന് അധികാരം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് തന്നത് കാലേ വീണിട്ടല്ല, തന്റെ കാലുകൊണ്ട് പിശാചിന്റെ തലയെ തകർത്തിട്ടാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അതേ ആത്മശക്തിയുടെ വ്യാപാരം ദൈവസഭയിൽ ചലിക്കട്ടെ, ദൈവമക്കളുടെ മേൽ ചലിക്കട്ടെ. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു വാക്യമില്ലേ? പിശാചിന് ഇടം കൊടുക്കുന്ന വാക്യമോ? അതിന്റെ കാര്യം, നിങ്ങൾ ഇടം കൊടുക്കാത്തിടത്തോളം പിശാചിന് ആധിപത്യം ഇല്ലെന്നാണ്. ജനറലി അവൻ പ്രവർത്തിക്കുമായിരിക്കും. പക്ഷേ പൗലോസ് പറയുന്നു, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുക. ഡു നോട്ട് ഗിവ് പ്ലേസ് ടു ദ ഡെവിൾ. കാരണം എവിടെ ഡെവിളിന് പ്ലേസ് കൊടുക്കുന്നു അവിടെ എല്ലാം അവൻ അപ്പർ ഹാൻഡ് എടുക്കും. ആമേൻ. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ പൗലോസ് പറയുന്നു, ദൈവജനം പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ആമേൻ പ്രവർത്തിപ്പാൻ കർത്താവിന് ഇടം കൊടുപ്പി. ഇതൊരു വലിയ ചലഞ്ചാണ്. ആമേൻ, സ്തോത്രം. ഭൂമി അല്ലെങ്കിൽ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോ ആമേൻ, സ്തോത്രം. ഇങ്ങനെയുള്ളവരോട് ആമേൻ പത്രോസ് പറയുന്ന ഒരു പ്രബോധന വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നിട്ട് ഇങ്ങനെയാ പറയുന്നത്, ആമേൻ, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃക ആക്കാതെ. ഇത് നമ്മൾ ഇന്നും വായിക്കുമ്പോൾ ബൈബിൾ നമുക്ക് പ്രസന്റ് ടെൻസിലല്ലേ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യമാണ്. ഇപ്പോൾ ഒരു ദൈവിക സന്ദേശം നമ്മൾ കേട്ടു, ഒരു പ്രസംഗം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവവചനം വായിച്ചു. ആ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു, ദൈവം നമ്മോട് സംസാരിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞ് അതേ വചനത്തിലൂടെ ദൈവം വീണ്ടും അതേ കാര്യം സംസാരിക്കാറുണ്ടോ? ഉണ്ട്. അതിന്റെ കാരണം ആമേൻ, ബൈബിളിന് മാറ്റമില്ല. നമ്മൾ പലപ്പോഴും മാറിയും കയറി ഇറങ്ങിയത് കൊണ്ട് മാറ്റമില്ലാത്ത വചനം നമ്മളെ സമയാസമയങ്ങളിൽ തുടർമാനമായി സംസാരിച്ചുറപ്പിക്കുന്നതാണ്. Praise the Lord. Praise the Lord. അതായത് ഇപ്പൊ ഞാൻ വായിച്ച പുസ്തകം അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഈ വേദഭാഗം 2000 വർഷമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, പലരും വായിച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ ആകാൻ കാരണം ഏത് കാലഘട്ടത്തിലുള്ളവരോടും തുടർമാനമായി സംസാരിക്കുന്ന ദൈവത്തിന് വരം.
അതായിട്ട് അപ്പോ ഇതാണ് ഈ രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്നത്. ദൈവം നമ്മളെ വിളിച്ചത് ആമേൻ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവം നമ്മളെ വിളിച്ചത് നമ്മളെ വിളിച്ച ദൈവവുമായി ബിലോങ്ങിങ് ആയി ബന്ധത്തിൽ വളരേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. നമ്മളുടെ രക്ഷയ്ക്ക് മനുഷ്യരെ ഒക്കെ ദൈവം പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ, സുവിശേഷം പറയാനും വചനം പറയാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായ ഉത്തരവാദി ദൈവമാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. നിങ്ങളെ വിളിച്ച ആളുടെ പേര് പ്രത്യേകത എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ഇവിടെ നമ്മളുടെ ഒരു ഐഡന്റിറ്റി, നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു സ്ഥാനം അവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി. തൊട്ട് താഴെ ഒരു പദം എഴുതിയിട്ടുണ്ട്, പിതാവേ എന്ന് നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ മക്കളായി. നിങ്ങൾ എന്തായി? മക്കളായി. നിങ്ങൾ എല്ലാവരും അറിയണം, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വന്നത് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് മെമ്പറായിട്ടല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സഭയുടെ മെമ്പറായിട്ടല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വിശ്വസിച്ച നിങ്ങൾ മക്കളായി എന്നുള്ളതാണ് സത്യം. ഈ കാര്യം താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് ആ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 നിങ്ങൾക്കറിയാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവൻ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയുക, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരെ കുറിച്ച് ഒത്തിരി വിശേഷണങ്ങൾ പല നിലകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയുക, ഇന്ന് പകൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അവൻ ദൈവത്തിന്റെ മക്കളെന്നുള്ള സ്ഥാനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ദൈവ മക്കളായി തീർന്നിരിക്കുക. അപ്പൊ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞത് പലതും ആവർത്തിക്കുകയാണ്. ഈ മറ്റ് ദൈവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എല്ലാ മതങ്ങളിലുമുണ്ട്. ആ ദൈവത്തെ വിവിധ രീതികളിൽ ഓരോരുത്തരും അഡ്രസ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അതിൻ്റെ പേരുകളൊന്നും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കോമൺ പദങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് ദൈവമേ എന്നുള്ള പദം. ദൈവമെന്നും സൃഷ്ടികർത്താവെന്നും അല്ലെങ്കിൽ ഇങ്ങനൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ബൈബിളിൽ ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മൾ ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ആമേൻ ദൈവം തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരു പദമുണ്ട്. അതിൻ്റെ ആഴവും അർത്ഥവും വലുതാണ്. അതിങ്ങനെയാണ്, നിങ്ങൾ യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം എന്താ സ്വർഗസ്ഥനായ വേറെ എവിടെയും ഏതെങ്കിലും മത വിശ്വാസികൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
പിതാവ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പിതാവ് എന്ന് വിളിക്കുന്നത് ആമേൻ ദൈവമക്കളായ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നുള്ള സന്ദേശമാണ് ദൈവത്തെ പിതാവെന്ന് അഭിസംബോധന ചെയ്യാൻ. അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. എന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ, അപ്പോൾ തന്നെ ആ സ്ഥാനീയതയിൽ മാതാക്കളും അറിയുക. കഥ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടടക്കം ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അപ്പോ അതിന് സ്വാഭാവികമായി നമ്മുടെ ആൻസർ എന്താണ്? ഇല്ല. അപ്പം ചോദിച്ചാൽ അപ്പം കൊടുക്കും. ഇനി അപ്പം ഇല്ലെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇല്ല, പകരം ബ്രെഡ് ഉണ്ട് എന്ന് പറയാം. മുട്ട ചോദിച്ചാൽ മുട്ട ഇല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സാഹചര്യത്തിൽ പറയാം മുട്ട ഇല്ല, അതുകൊണ്ട് ജാം തരാമെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ അവൻ ഇല്ലെങ്കിൽ പറയും ഇല്ല. പക്ഷേ ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന അപ്പനും അമ്മയും മക്കൾക്ക് അപ്പത്തിന് പകരം കല്ലോ, മുട്ടയ്ക്ക് പകരം തേളോ, മീന് പകരം കൊടുക്കത്തില്ലല്ലോ. നിങ്ങൾ എല്ലാവരും അറിയണം, നമ്മുടെ പിള്ളേര് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എത്ര തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ ചില പർട്ടിക്കുലർ സാഹചര്യം അവർ വിചാരിച്ച് ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞ് ഡോട്ട് പറഞ്ഞ സാഹചര്യത്തിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം നമ്മുടെ പിള്ളേർക്ക് നന്മ വരണമെന്നാണോ? ആണോ? അല്ലേ? ഇതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ബൈബിൾ സന്ദേശമാണ്. എന്നിട്ട് കഥ പറഞ്ഞു, അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴോ പറഞ്ഞ പോലെ കർത്താവിനോട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് പറയാൻ ഞങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നവർ ആരായിരിക്കണം? നല്ലതായിരിക്കണ്ടേ? പക്ഷെ കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ. എനിക്ക് തോന്നില്ല അവരത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചോ. നമ്മളെക്കാളും ആരെങ്കിലും തിരിച്ചൊന്ന് ചോദിച്ചേനെ, കർത്താവേ ഇങ്ങനെ ഞങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ ആരായിരിക്കണം? കർത്താവ് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നിങ്ങൾ ദോഷികളാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ, തന്നോട് യാചിക്കുന്നവർക്ക് ഒരിടത്ത് നന്മയെന്ന് എഴുതിയിട്ടുണ്ട്, ഒരിടത്ത് പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം നൽകും. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്ന കാര്യം എന്നറിയോ? ദൈവം തന്റെ മക്കൾക്ക് നന്മ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അതിന്റെ തെളിവ് ഞാൻ പറയാം. പിന്നെ പ്രോബ്ലം എവിടെ വരുന്നൂടെ പറയാം. ഞാൻ എപ്പോഴും ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ടല്ലേ മനുഷ്യനെ ഉണ്ടാക്കിയേ? അല്ല, മനുഷ്യനെ ഉണ്ടാക്കിയിട്ടാണോ എല്ലാം സൃഷ്ടിച്ചേ? അല്ലല്ലോ. ഇനി മനുഷ്യനെ ഉണ്ടാക്കിയിട്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ദൈവത്തെ കിടത്തി പൊറപ്പിക്കത്തില്ലായിരുന്നു അതിന്റെ ചിന്ത. അതിന്റെ കാര്യം, ആദാമിന് വേണ്ട എല്ലാം ഉണ്ടാക്കിയിട്ട് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാം, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ആദാം ദൈവത്തോട് എന്തേലും വേണമെന്ന് പറഞ്ഞു? ഒയ്യോ. ഇനി ഭാര്യ വേണമെന്ന് പറഞ്ഞു? ഒരൊറ്റ കാര്യം ആദാം വേണമെന്ന് പറഞ്ഞില്ല. വേണമെന്ന് പറയുന്നതിന് അതായത് അവൻ ഒരാവശ്യവും ഇല്ല, ഒരാവശ്യബോധവും വരാത്തക്കവണ്ണം മുഴുവനും ദൈവം നൽകിയല്ലോ. മുഴുവൻ ദൈവം നൽകി. ഇത് വാസ്തവമാണല്ലോ, വാസ്തവമാണ്. ഇനിയും ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്നറിയോ? ദൈവം നമുക്ക് വേണ്ട സകല ആവശ്യങ്ങളും തരുന്ന പിതാവാണ് നമുക്കുള്ളത്. ഇനി ഇവിടെ നമുക്ക്
പരിമിതികൾ എപ്പോഴാ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ, പരിമിതികൾ എപ്പോഴാ നമുക്ക് തോന്നുന്നത് ചോദിച്ചാൽ, നമ്മൾ ചില സമയത്തെങ്കിലും നമ്മൾ ദൈവത്തോട് പറയും, കർത്താവ് എനിക്ക് ഇത് കിട്ടിയില്ലല്ലോ, ഇത് നടന്നില്ലല്ലോ, ഇത് റെഡി ആയില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇനി എല്ലാവരും എന്നെ കേട്ടോണേ, എല്ലാവരും എന്നെ കേട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിത് പറഞ്ഞെന്ന് തീർന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞു, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലത്തിന് നന്മ തിന്മകളുടെ അറിവിനെ കുറിച്ചുള്ള വൃക്ഷഫലം നിങ്ങൾ അത് തിന്നാൽ എന്തായി പോവും? നിങ്ങൾ മരിക്കും. റൈറ്റ്. മറ്റേ ഇത് തിന്നായിരുന്നോ? തിന്നായിരുന്നു. റൈറ്റ്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഈ പ്രസംഗം ഞാൻ പ്രസംഗിച്ച് ഇവിടെ തെലുങ്കിലും അത് തന്നെ പറഞ്ഞ് ഒരാളിനോട് ചോദിച്ചു, പാസ്റ്റേ അത് നല്ലതല്ലേ? ഏത്? നന്മയും തിന്മയും അറിയുന്നത് നല്ലതാണോ അല്ലയോ? നല്ലതല്ലേ? അതിപ്പോഴാണ് നമുക്ക് നല്ലതാണ്. ഇപ്പൊ നമുക്ക് അറിയണം ഏതാണ് നന്മ, ഏതാണ് തിന്മ. അപ്പൊ ഇത് അവര് തിന്നാതിരുന്നാൽ നിങ്ങൾക്കറിയാമോ, അവര് നന്മ അറിയത്തില്ല, തിന്മ അറിയത്തില്ല. ഒന്നുകൂടെ പറയാം, നന്മ അറിയത്തില്ല. അവര് ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും അറിയോ? ദൈവത്തിന്റെ. നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കർത്താവ് നമ്മുടെ പിള്ളേരൊക്കെ അല്ലെങ്കിൽ വളർന്ന് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അവർ അറിഞ്ഞ് വളരണം എന്നല്ല നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന് ആഗ്രഹം നന്മ തിന്മകളല്ല. ദൈവത്തിന്റെ ആഗ്രഹം ദൈവം അവരോട് എന്തു പറഞ്ഞോ അത് അതുപോലെ അവർ കേൾക്കണമെന്നാണ്. അത് നന്മയാണെന്ന് അവർ തിരിച്ചറിയണം. അതുകൊണ്ട് റോമാലേഖനം 12 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുഭവരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള. അപ്പൊ ദൈവഹിതത്തിന്റെ അകത്ത് എന്തുണ്ട്? നന്മയുണ്ട്, പൂർണ്ണതയുണ്ട്, പ്രസാദമുണ്ട്. അതായിരുന്നു ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചേ. ഇപ്പൊ നമ്മൾ എല്ലാ വിഷയത്തിലും 2 വിഷയത്തിൽ കർത്താവേ ഇല്ലേ, അങ്ങനല്ലേ പറയുന്നേ? പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഇനി ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ദൈവത്തിന് നമ്മോടുള്ള ബന്ധം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പനും മക്കളുള്ള ബന്ധത്തിൽ അവൻ സ്നേഹമുണ്ട്, കരുതലുണ്ട്, നടത്തിപ്പുണ്ട്, കറക്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാവരും ഞാൻ പറയാൻ കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ നാശത്തിന് വേണ്ടിയുള്ളതല്ലെന്നറിയണം. കറക്ഷൻ ബൈബിളിൽ പല സ്ഥലത്തും എഴുതിയിട്ടുള്ള ശിക്ഷ എന്നുള്ള പദം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഡിസിപ്ലിൻ എന്നുള്ള പദമാണ്. ഡിസിപ്ലിൻ എന്നുള്ള പദമാണ്. കറക്ഷൻ എപ്പോഴും ഡിസിപ്ലിൻ ആണ്. അതെപ്പോഴും ബന്ധത്തിൽ മാത്രം ചെയ്യുന്നതാണ്. ബന്ധമുള്ളിടത്ത് എന്തുള്ളൂ? ഡിസിപ്ലിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ അവൻ സ്വന്തം അല്ലാത്തടത്ത് നടക്കുന്നത്, ബന്ധമില്ലാത്തടത്ത് ഡിസിപ്ലിൻ നടക്കുന്നത് ലോയിലാണ്. ലോ. പോലീസുകാർ ഉപയോഗിക്കുന്നത് ലോയാണ്. പക്ഷെ അപ്പൻ മക്കളോട് ഉപയോഗിക്കുന്നത് ലവ് ആണ്. എല്ലാവരും ഇവിടെ കേട്ടോണേ. ഇവിടെ പറയാണ്, നിങ്ങൾ അനുസരണമുള്ള മക്കൾ. എന്തായി? അനുസരണമുള്ള മക്കളായി. ഇനി നമ്മുടെ പൂർവ്വപിതാവിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞേ. ആദാം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ? അനുസരിക്കണമല്ലോ. ആദാം എന്താ ചെയ്യാതിരുന്നേ? അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദാമിന്റെ മക്കളായിട്ട് പിറന്ന ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരും അല്ലേ? അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, നമ്മൾ മക്കളാണ്. നമ്മൾ പാപം നമ്മളിൽ ഉണ്ടെങ്കിലും ഇന്ന് ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ പാപികളല്ല. ഒന്നുകൂടെ പറയാം, നമ്മളെ ദൈവം കണ്ടിരിക്കുന്ന എന്തുമായിട്ടാ? മക്കളായിട്ട്, വിശുദ്ധന്മാരായിട്ട്. പക്ഷെ എന്തുണ്ട് നമ്മളിൽ? നമ്മൾ തന്നെ പാപിയാണെന്ന് പറഞ്ഞാൽ പാപിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചാൽ മതി? ഞാൻ പറഞ്ഞ കാര്യം ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ആരാണ്? വിശുദ്ധന്മാരാണ്. പക്ഷെ നമ്മൾ എന്തുണ്ട്? അത് ഞാൻ പറഞ്ഞതല്ല, ഒന്നിടത്തി പറഞ്ഞ. പക്ഷെ ബൈബിൾ നമ്മളെ വീണ്ടും വിളിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ വിശുദ്ധന്മാരെന്നാ. ആ വിശുദ്ധനും ഈ താഴെ പറഞ്ഞിരിക്കുന്ന എന്താണെന്നും ഒന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ ചിന്തകൾക്ക് ഞാൻ വിരാമിടാം. പക്ഷെ ബൈബിൾ പറയുന്നു, നമ്മൾ ആരാണ്? നമ്മുടെ സ്ഥാനം മക്കളാണ്. നമ്മുടെ സ്ഥാനം എന്താണ്? മക്കളാണ്. ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. അതെന്തുവാണ്? മാറ്റാൻ പറ്റാത്ത ബന്ധമാണോ അല്ലയോ? ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഭാര്യയ്ക്കും ഭർത്താവിനും വേണേ വേർപെടാം. പക്ഷെ ആ
ആ പേരൻസിനുണ്ടായ കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിന് എന്തില്ല, മാറ്റം ഇല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നാണ് ദൈവത്തിന് നമ്മളെ ശുശ്രൂഷിക്കാനുള്ളത്. ഈ ബന്ധത്തിൽ നിന്നാണ് നമ്മളെ ശുശ്രൂഷിക്കാനുള്ളത്. അപ്പോ ഇങ്ങനെ നമ്മുടെ സ്ഥാനം ഇതാണ്, മക്കളാണ്. ആ സ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് തൊട്ടടുത്ത വാക്യം, അതേ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തുവാ? അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുക എന്നുള്ളത്. ഇനി അടുത്ത കാര്യം കേട്ടോണേ, അനുസരിക്കുക. സ്ഥാനം മക്കളാണ്, സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്തുവാണ്? അനുസരണം. ഇനി അടുത്ത കാര്യം പറയാം. പക്ഷെ അതൊരിക്കലും സ്ലേവറി അല്ല. അടിമകൾ അനുസരിക്കാറുണ്ടോ യജമാനനെ? അത് ഇഷ്ടത്തിലായിരിക്കുമോ? റിലേഷൻഷിപ്പിലാണോ? നമ്മൾ അങ്ങനെയാണോ ദൈവത്തെ അനുസരിക്കണ്ടേ? അപ്പം നിങ്ങൾ ഈ ഗലാത്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ഈ നമ്മൾ പിള്ളേരെ ശിക്ഷണം നൽകുന്നത് എപ്പോൾ വരെ ആയിരിക്കും എന്നറിയാമോ? എപ്പോൾ വേണം വരെ നമുക്ക് മാതാപിതാക്കളുള്ള കാലത്തോളം മക്കൾക്ക് ശിക്ഷണം അല്ലെങ്കിൽ വെർബലി നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ നിയമം ഒരു കുഞ്ഞിൽ പ്രായോഗികമാക്കുന്ന എപ്പോൾ വരെ ആയിരിക്കും? കുറച്ചു കാലമല്ലേ? അല്ലേ? കുറച്ചു കാലമല്ലേ? കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കല്യാണം കഴിക്കില്ല. ഈ വോട്ടവകാശം എന്ന് പറയുന്ന കാര്യം 18 എന്ന് പറയുന്നതോട് കൂടെ ഇതൊരു കുഞ്ഞിനെ, അതായത് ജോഷിപ്പോ വണ്ടി 2 വീലർ എടുത്തുകൊണ്ട് പോയി അപകടപ്പെട്ടാൽ ജോഷിനെ പിടിക്കത്തില്ല, ജോഷിന്റെ അപ്പായെ പിടിക്കത്തില്ല. അതിന് ഉത്തരവാദിത്തമില്ലാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും പിടിയിരിക്കുന്ന മുതിർന്നവർ പോയി വാഹനം ഓടി വണ്ടി പിടിച്ചാൽ നിങ്ങളുടെ അപ്പച്ചനെ പിടിക്കാൻ വേണ്ടി പോലീസ് പോകത്തില്ല. കാര്യം നിങ്ങൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്നതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പരിധി വരെ നമ്മൾ അവരെ നിയമത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് ആ സ്വാതന്ത്ര്യത്തിൽ അവർ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രതിഫലനമേ അവിടെ നടക്കൂ. എന്നതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു നമ്മളെല്ലാവരും, ഇല്ലേ? ചെയ്യരുത്, തുടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പൊ എല്ലാരും അനുസരിക്കാൻ ശ്രമിച്ച എന്തുകൊണ്ടാണെന്നറിയോ? നിയമങ്ങളുണ്ടാ. പക്ഷേ ന്യായപ്രമാണത്തിലൂടെ ക്രിസ്തു നമ്മളെ വിടുവിച്ചോ? ഇന്ന് നമ്മൾ അനുസരിക്കണോ? എന്തുകൊണ്ട്? സ്നേഹത്തിൽ. ലോ അനുസരിക്കുന്നത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മരണത്തിന് അധീനരായിരുന്നു നമ്മളെ കർത്താവ് വിടുവിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനിയും ഞാൻ അങ്ങേ വിട്ട് പോകത്തില്ല. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണ ഭാഗം പറയുക. അതായത് 7 വർഷം അടിമകളായി വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു അടിമയെ 7-ാം വർഷം, 6 വർഷം നിർത്തിയിട്ട് 7-ാം വർഷമല്ലേ സ്വാതന്ത്ര്യത്തോടെ വിടണ്ടേ. അന്നേരം ഒരു അടിമ വന്നിട്ട് യജമാനോട് പറയാണ്, യജമാനനെ ഇത്രയും 6 വർഷം അങ്ങയുടെ ഉപ്പും ചോറും കഴിച്ചാണ് ഞാൻ ഇവിടെ ജീവിച്ചത്. അങ്ങനെ എല്ലാ യജമാനോടും പറയില്ല, പക്ഷെ ചില യജമാനന്മാരോട് പറയും. അപ്പോൾ പറയും, ഇനി ഒരു കാര്യം ചെയ്യണം, എന്നെ അവിടുന്ന് പറഞ്ഞു വിടരുത്, ഞാൻ ജീവിക്കുന്ന കാലത്തോളം അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം എന്നൊരു അടിമ പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രായോഗിക കാര്യമുണ്ട്. അവനെ പിടിച്ചോണ്ട് ഈ കട്ടളകൾ അങ്ങോട്ട് എന്നിട്ട് ഇവന്റെ ചെവി ആ കട്ടളപ്പടിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആണി അടിച്ച് വേദന ഉണ്ടാവുകയില്ലയോ? ഇപ്പോഴത്തെ പോലത്തെ ടിങ് എന്നുള്ള പരിപാടിയല്ല. അടിച്ച് കയറ്റി അവൻ ആ വേദന സഹിക്കുമ്പോഴും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് ഓർത്തുണ്ട്, ഇവൻ എന്തുകൊണ്ടാണ് പോകാതിരുന്നറിയോ? ഇവന് സ്വാതന്ത്ര്യമാകാനുള്ള സമയം വന്നു, ഇവൻ പോകാതിരുന്നറിയോ? ഇവൻ ലോയുടെ കീഴിലായിരുന്നെങ്കിലും ഈ ലോയേക്കാളും അവൻ കഴിഞ്ഞ 6 വർഷം അനുഭവിച്ച കൃപയുണ്ട്. എവിടെ അനുഭവിച്ച കൃപ? അല്ലേ ഇവന് ഓടിപ്പോകാതിരിക്കൂ, ഇവൻ ഓടിപ്പോകാതിരിക്കൂ. പക്ഷെ പോയതെന്നറിയോ? ഞാൻ ലോയുടെ കീഴിലായിരുന്നപ്പോഴും 6 വർഷം ഞാൻ പലപ്പോഴും എൻ്റെ യജമാനന്റെ കൃപ കണ്ടു, പലപ്പോഴും ഞാൻ യജമാനന്റെ സ്നേഹം കണ്ടു, പലപ്പോഴും എൻ്റെ യജമാനൻ എന്നോടുള്ള കരുതൽ കണ്ടു. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു, വേദന ഞാൻ സഹിക്കോ, ഇനി ജീവിക്കുന്ന കാലത്തോളം ഞാൻ ഈ യജമാനന്റെ കീഴിൽ നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആ നിലയിൽ ഒരുക്കേണ്ടതിന് ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഫോഴ്സ് ആയിട്ടുള്ളതല്ല, ഫിയർ ബേസ്ഡ് അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് കാരണം എന്നറിയാമോ? പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ. ആമേൻ. നിങ്ങൾ ഒന്ന് വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. John chapter 14 verse 15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പൊ നമ്മൾ എപ്പോഴേലും കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാ? അപ്പൊ നമ്മൾ പറയേണ്ടത്, കർത്താവേ, എനിക്ക് അങ്ങേ ഇനിയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ താഴെ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇവിടെ എനിക്ക് വളരെ നമുക്കിവിടെ ഈ വാക്യം വായിക്കുന്ന ആർക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ വിമർശിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രസംഗിക്കുന്ന എനിക്ക് വേണേ പറയാം, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവന്റെ കൽപ്പന. അപ്പൊ നിങ്ങൾ തിരിച്ച് എന്നോട് ചോദിക്കണം, നിങ്ങൾ പാസ്റ്റർ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാ കൽപ്പനയും. അപ്പൊ നമ്മൾ പറയും, ഇല്ല, നമ്മളെല്ലാം ഒറ്റ കക്ഷികളാണ്. അതെന്തോ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ പഴയ നിയമത്തിൽ പറഞ്ഞാലറിയോ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന. അപ്പൊ നമ്മൾ അവിടെ വായിച്ചിങ്ങനെ നിർത്തിയാൽ നമ്മളെല്ലാവരും വലിയ ചോദ്യചിഹ്നത്തിന് മുമ്പിൽ നിൽക്കും. എന്നറിയോ? കർത്താവേ, നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്ന് പറയുന്നത് ഈ കൽപ്പനകൾ പാലിക്കാൻ ഒരു പഴയ പാട്ട്. നമ്മളെല്ലാവരും നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റക്കാരായിട്ട് നിൽക്കും. എന്തിനാ? എന്തുകൊണ്ടാ? കൽപ്പന 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 ആയിരിക്കാം. ഞാൻ തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ ആരോട് ചോദിക്കും? പിതാവിനോട് ചോദിക്കും. എന്ത് ചോദിക്കും? സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്. ഈ അനുസരണമുള്ള മക്കളാകണമെന്ന് നമ്മളെ പ്രബോധിപ്പിച്ച ആളുടെ പേര് പത്രോസ് എന്ന്. പത്രോസിന്റെ ലേഖനം, ഞാൻ ഇതെടുക്കാൻ കാര്യം, ഞാൻ ഒരു ബൈബിൾ കോളേജിൽ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ ലേഖനം, അത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ആത്മീക സന്ദേശങ്ങളാണ് ഈ പറയുന്നത്. ഈ പത്രോസിന്റെ ലേഖനം വായിച്ചിട്ട് പത്രോസിന്റെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. പത്രോസെ ഞങ്ങളോടെല്ലാം പറയുന്നേ അനുസരണമുള്ളവനായി. പത്രോസിനെ ഞാൻ നോക്കിയപ്പോ പല സ്ഥലത്തും പത്രോസ്, ഇതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടതെന്ന് നിങ്ങൾ ആരാ പറഞ്ഞേ? നമ്മളെ ഞങ്ങൾ പലപ്പോഴും പാസ്റ്റർമാർ അല്ലെ, വചനം എടുക്കുന്ന ആരും, നമ്മളാരും ആയിക്കോട്ടെ, വചനം എടുക്കുന്ന നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് പറയാനുള്ള യോഗ്യത ഉണ്ടോ നമ്മൾ നോക്കണോ ഇല്ലേ? ഈ യോഗ്യത ഉണ്ടായിരുന്ന ഇദ്ദേഹം ഇത് പറയത്തില്ലായിരുന്നു. ആ യോഗ്യത സ്വന്തം ബലത്തിന്റെയോ ശക്തിയുടെയോ ഉള്ള യോഗ്യതയല്ല. പുള്ളി ദൈവത്തിൽ ആശ്രയിച്ച് പറയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ നിങ്ങള്. അപ്പൊ പത്രോസെ അങ്ങേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അങ്ങേര് പറയും, ഞാൻ 3 പ്രാവശ്യം ഒറ്റ രാത്രി കൊണ്ട് 3 പ്രാവശ്യം യേശുവിനെ. പക്ഷെ എന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. അതെന്നറിയാമോ? അതാ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന
അനുസരിക്കും. ഈ യേശു നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രോസിന്റെ അടുക്കൽ യേശു വന്നിട്ട് ചോദിച്ചു, ബറിയോനായ ശീമോനെ, ഇവയ്ക്കിലൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? 1, 2, 3. ഈ 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ എല്ലാം ഇപ്പോഴും തന്നിരുന്നത്. കർത്താവേ, എന്താ നീന്ന്? ഓ, ഇവിടെ എത്തുന്നിടത്തോളം കർത്താവ് നമ്മളെ ഞെരുക്കിക്കൊണ്ടേയിരിക്കും. കേട്ടോ, എല്ലാരും കേട്ടോ. എവിടെ വരെ? ഇത് പറയുന്നവരെ ഏത് അറിയാമെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ പറയുന്ന എന്നാന്ന് പോലും നമുക്കറിയത്തില്ല. അതും പഠിപ്പിച്ചത് പത്രോസാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ആരൊക്കെ തള്ളി പറഞ്ഞാലും. അപ്പൊ പത്രോസിന് ഒരു കാര്യം അറിയാം, ഇവന്മാരൊക്കെ തള്ളി പറയാൻ അവരെ അറിയാം. ഇനി അവരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ എന്നെ അറിയാം. അപ്പൊ എനിക്ക് ആരെയൊക്കെ അറിയാം? നിങ്ങളെ എല്ലാവരെയും അറിയാം, എനിക്ക് എന്നെ അറിയാം. പക്ഷെ കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇന്ന് രാത്രി നിന്നെ അറിയത്തില്ല, നീ പറഞ്ഞതെന്നാന്ന് അറിയത്തില്ല, ഇന്ന് രാത്രി 2 വട്ടം കൂന്നനുമ്പോ നീ എന്നെ. അപ്പൊ പത്രോസ് വന്നിട്ട് പറയുകയാണ്, കർത്താവ് ഇരിക്കണം, സ്നേഹിക്കുന്നുണ്ടോ? പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 2-ാം പ്രാവശ്യം ചോദിച്ചു, സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പല പ്രാവശ്യം ചോദിച്ചാൽ പറയും തോറും നമ്മൾക്ക് ആ ഉത്തരത്തിന് സ്ട്രോങ് കൂടുവോ അതോ സംശയം വരുവോ? ടീച്ചേഴ്സിന് അറിയാം, പിള്ളേരോട് ചോദിച്ചിട്ട് അങ്ങനാണോ എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ആയിരിക്കത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മള് ഒരു കാര്യം 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോ പത്രോസിന് മനസ്സിലായി. ഞാൻ പറഞ്ഞ 2 കാര്യവും അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ കറക്റ്റാണ്. കർത്താവേ, അങ്ങയോട് എനിക്ക്. 3-ാം പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, കർത്താവേ, കർത്താവേ, ഇവിടെ എത്താത്തിടത്തോളം കർത്താവ് ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും അവിടെ എല്ലാം ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഈ പോയിന്റ് കണ്ടോ, കർത്താവ് അങ്ങ്. അപ്പൊ എനിക്ക് എന്നെ അറിയില്ല, ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല. കർത്താവ് അങ്ങ്. ഇങ്ങനെ ദൈവം നമ്മെ ഞെരുക്കേണ്ട ചില, റോങ് മീനിങ്ങിലല്ല, ദൈവം നമ്മെ ഞെരുക്കേണ്ട ചില സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതെന്നാന്ന് ഞാൻ പറയാം. എന്നാന്ന് പറയാം. അനുസരണമുള്ള മക്കളായി, അടുത്ത കേട്ടോണേ, എല്ലാ നടപ്പിലും വിശുദ്ധരാ. നമ്മളിവിടെ വലിയൊരു ഭാരമായിട്ട് വേണം പോകാൻ. ആയിരിക്കും കാര്യങ്ങൾ അങ്ങനെ. എല്ലാ നടപ്പിലും. എന്നിട്ട് തൊട്ടടുത്ത വാക്യം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും, ഞാൻ വിശുദ്ധനാകയാൽ be holy because. ഇനി എല്ലാരും ശ്രദ്ധിക്കണേ, നമ്മളെ ദൈവം വിശുദ്ധ. ഞാൻ പറഞ്ഞ പല വാക്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ദൈവം വിശുദ്ധൻ ആകയാൽ. ഇനി എന്റെ ചോദ്യം, ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നമുക്ക് വിശുദ്ധനാകാൻ പറ്റുമോ? ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നാണോ, ദൈവം വിശുദ്ധനാകയാൽ എന്നാണോ? ഈ ആകയാലും ആയിരിക്കുന്ന പോലെ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ലെവൽ എത്ര ഉണ്ടോ നമ്മളും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്യം, നമ്മൾ പാവം ഉണ്ടെന്ന് 1 യോഹന്നാൻ പറഞ്ഞില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും ദൈവത്തെ പോലെ അല്ല. അവിടെ ഒട്ടും ഇരുട്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ പോലെ വിശുദ്ധമല്ല. പക്ഷെ എല്ലാവരോടും ഒരു കാര്യം പറയാം, എന്നറിയോ?
നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം, ക്രൈറ്റീരിയ വിശുദ്ധനായ ദൈവമാണ്. ദൈവം ഒരിക്കലും വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യത്തില്ല, അതില്ല, അതൊരിക്കലും ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ദൈവം തന്നെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കില്ല, പ്രത്യുത ദൈവം തന്റെ ജനത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കൂട്ടും. എല്ലാരും അറിയണം, അത് ഒരു ദിവസത്തെ പരിപാടി അല്ലെന്നറിയണം. ഇപ്പൊ നമ്മൾ വിശുദ്ധൻ എന്നുള്ള പദം, ഈ വിശുദ്ധിയെ കുറിച്ചുള്ള പ്രസംഗം എന്നും പറഞ്ഞ് വിശുദ്ധരാകുവിൻ 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 എന്ന് പറഞ്ഞാൽ ആരും വിശുദ്ധരാകില്ല. അത് വിശുദ്ധിയുടെ പ്രസംഗം അല്ല നമ്മളെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ലാകുന്നത്. ഇനി ഇവിടെ ഇതിന്റെ പ്രോസസ് എല്ലാവരും കണ്ടോണ്ടേ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒട്ടും ദൈവം കുറയ്ക്കില്ല. ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ പഴയ നിയമത്തിലെ 613 പ്രമാണങ്ങളെ അതിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പ്രസംഗിച്ചത്. മോഷ്ടിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കുല ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. അപ്പൊ കുല എന്താണെന്നറിയാം. അപ്പൊ ഒരാളെ കുത്തി അദ്ദേഹം മരിച്ചാലേ എന്താകത്തുള്ളൂ കുല. പുതിയത് ഏത് പറഞ്ഞു? സഹോദരനെ നിസാര എന്ന് പറയുന്നവൻ കൊലപാതകയാണ്. അപ്പൊ നോക്കിയ സ്റ്റാൻഡേർഡ് കൂട്ടിയോ കുറച്ചോ? കൂട്ടി. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞെരുക്കം എന്ന് പറഞ്ഞില്ലേ, സത്യത്തിൽ ദൈവത്തിന്റെ ഞെരുക്കം കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആരും ഈ സന്ദേശത്തെ തെറ്റിദ്ധരിക്കല്ലേ. ദൈവം ഇത് പറഞ്ഞ് 5, 6, 7 വാക്യത്തിൽ പറയാം. 6, 7 വാക്യത്തിൽ പറയാം. എന്തോ ന്യായപ്രമാണത്തിന് അതിന്റെ എക്സ്പ്ലനേഷൻ, വിവരണം പറഞ്ഞു. ഏത്? ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ട് യേശു ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ നിങ്ങൾ കാണുന്നുണ്ടോ? 8-ാം അധ്യായത്തിൽ കുഷ്ഠരോഗി യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ, അങ്ങേക്ക് ശക്തി ഉണ്ടെങ്കിൽ, അങ്ങേക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാറില്ല. കാര്യം അദ്ദേഹത്തിന് എന്തറിയാം? യേശുവിന് കഴിവുണ്ടെന്നറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇത്രയും നേരം പുള്ളി പ്രസംഗിച്ചുകൊണ്ട് നിന്ന കാര്യത്തിന്റെ മുമ്പിൽ എനിക്കിങ്ങോട്ട് അടുക്കാനേ പറ്റത്തില്ല. അപ്പൊ എന്നെ അടുപ്പിക്കണമെങ്കിൽ അങ്ങേക്ക് എന്തുണ്ടാകണം? കാര്യം അങ്ങ് ഇത്രയും നേരം വിവരിച്ചു പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയേണ്ടത് ഞാൻ അശുദ്ധൻ അശുദ്ധൻ അശുദ്ധനല്ല. എല്ലാരും കേട്ടോണം. എന്നിട്ട് കർത്താവ് അതിന് മറുപടി പറഞ്ഞെന്നറിയോ? എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗി അടുത്തു വരണമെന്ന് എഴുതി കൊടുത്ത ദൈവം പറയാണ്, എന്നറിയോ, ഇവനല്ലാതെ ജീവനുള്ള കാലത്തോളം വരാൻ പറ്റത്തില്ല, ഈ സ്റ്റാൻഡേർഡിൽ എത്താൻ പറ്റത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ബ്രാക്കറ്റിലിട്ട് പറയണമായിരുന്നു, അത് ഞാൻ പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനിപ്പം ബ്രാക്കറ്റ് മാറ്റുന്നതല്ല പറഞ്ഞേ. എന്താ എന്നറിയോ? കൈനീട്ടി തൊട്ടു. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് കുഷ്ഠരോഗികൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുഷ്ഠരോഗി ആരെങ്കിലും തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനാകും. പക്ഷെ തൊടുന്നത് വിശുദ്ധനാണല്ലോ, സാക്ഷാൽ വിശുദ്ധനാണല്ലോ. അവൻ സാക്ഷാൽ വിശുദ്ധനാകുന്നത് ആ ദൈവം തൊടുന്നവൻ അശുദ്ധനാകുകയല്ല, അദ്ദേഹത്തിന്റെ വിശുദ്ധി അവനിലേക്ക് പകരുക. രക്തസ്രാവക്കാരത്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നു, രക്തസ്രാവമുള്ള ആള് ഇരിക്കുന്നത് അശുദ്ധമാകും, കിടക്കുന്നത് അശുദ്ധമാകും. പക്ഷെ 12 വർഷം രക്തസ്രാവം ബാധിച്ച ആ സഹോദരിയുടെ മനസ്സിലുള്ള കൊണ്ട് ഒരുപക്ഷെ യേശുവിനെ എന്തിനാ അശുദ്ധൻ ആക്കുന്നെന്ന് ചിന്തിച്ചോന്ന് എനിക്കറിയത്തില്ല. അവരൊരു യഹൂദസ്ത്രീ ആയിരിക്കാനുള്ള സാധ്യത. അവർ പറഞ്ഞു, യേശുവിന്റെ വസ്ത്രത്തിന്റെ പൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാനേ. അപ്പൊ അവർക്ക് അതിലൂടെ ഒരു കാര്യം മനസ്സിലായി. യേശുവിനെ തൊട്ടതോടുകൂടെ ആമേൻ, തന്റെ അശുദ്ധി യേശുവിലേക്ക് വന്നില്ല, യേശുവിന്റെ വിശുദ്ധി. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും ഈ മക്കളെല്ലാരും ഓർത്തോണം, വിശുദ്ധിക്ക് ഒരു ഇഞ്ച് കർത്താവ് കുറയ്ക്കത്തില്ല. കർത്താവിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ. ഇത് കേട്ട ഈ സഹോദരന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ, ഇവർക്ക് ചില സമയത്ത് കേട്ടാലും അവർ അതുപോലെ പോകും. പക്ഷെ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, ഇത്
ഇത് അസാധ്യം. എന്നിട്ട് കഥ ഒരു ഉപമയും കൂടെ പറഞ്ഞു. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം, ആരോ പറഞ്ഞുകൊണ്ട് ഇതിന് ഒത്തിരി ഉദാഹരണങ്ങളും വിവരണങ്ങളും ഒക്കെ പറഞ്ഞു. എങ്ങനെയും കേട്ടാനുള്ള ശ്രമമാണ്. നിങ്ങളുടെ ആരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ ഇവര് ചോദിക്കുകയാണ് ഇത് അസാധ്യം. തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നതറിയോ, ഇത് പക്ഷെ ആരാൽ സാധ്യമാ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ദൈവം ഇങ്ങനെ അവരെ ധനവാൻ സ്വർഗത്തിൽ പോയില്ലയോ? ധനവാന്മാർ സ്വർഗത്തിൽ പോവോ? ധനവാനായതുകൊണ്ടും ദരിദ്രനായതുകൊണ്ടും അല്ല, അതിൻ്റെ ഒരു പ്രോസസ് ആണ്. വേണമെന്നറിയോ? ദൈവം എന്താ പറഞ്ഞേ? സ്തോത്രം ആ പോയിന്റ് എന്താ ഞാൻ പറഞ്ഞേ? അതെ, അതായത് ഇത് മനുഷ്യനാൽ അസാധ്യമാണ്. അതായത് ആ മനുഷ്യനാൽ അസാധ്യമാണ് ധനവാനെ സ്വർഗത്തിലേക്ക്. പക്ഷെ ഇത് ദൈവത്താൽ. ഇനി 1-2 വാക്യം പറയാം. ഈ ദൈവത്താൽ നടക്കുന്ന കാര്യം. 1 കൊരിന്ത്യർ ലേഖനം 5:17 തോന്നുന്നു. നിങ്ങൾ എഴുതില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ 2:5 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് സകലതും ഇല്ലേ? തൊട്ടടുത്ത വാക്യം എന്താണെന്നറിയാം? ഇതിനെല്ലാം ദൈവമാണ് കാരണം. കാര്യമല്ല, നമ്മൾ അത്രയും ഭാഗം വായിച്ചാൽ നമ്മൾ പറയും ഇതൊന്നും നമ്മുടെ ചുറ്റും നടന്ന കാര്യമേ. പക്ഷെ തൊട്ടടുത്ത വാക്യം ഇതിനെല്ലാം ദൈവമാണ് കാരണഭൂതൻ. ഇനി ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ, ബി ഹോളി ബിക്കോസ് ഐ ആം. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും കേട്ടോ, ഞാൻ അടക്കം പറയുന്നു, നമ്മുടെ ഹോളിനെസിന്റെ മോട്ടിവേഷൻ സാക്ഷാൽ വിശുദ്ധനായ ദൈവം. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് പറയാം. ഞാൻ ഞെരുക്കുക എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ഓക്കെ, ഈ ഹോളിനെസിന്റെ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. എല്ലാറ്റിലും നിങ്ങൾ എന്തായിരിക്കണം? വിശുദ്ധനായി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഒരിക്കലും സ്റ്റാൻഡേർഡ് കുറയ്ക്കാത്തത്. എല്ലാവർക്കും 100 മാർക്ക് കിട്ടിയാലും ദൈവത്തിന്റെ പരീക്ഷ ജയിക്കത്തുള്ളൂ. അറിയാം, നമുക്കാണ് 35 കിട്ടിയാൽ എങ്ങനെയും ജയിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ ദൈവത്തിന്റെ ഇതിനകത്ത് 100-ലല്ലാത്ത ഒരു കാര്യം ഇങ്ങോട്ട്. അതാ ഞാൻ പറഞ്ഞ ഞെരുക്കുമെന്ന് പറഞ്ഞു. ഇനി ആ ഞെരുക്കത്തിൽ നിന്ന് എങ്ങനെ കയറേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. മോട്ടിവേഷൻ, നമ്മുടെ ഹോളിനെസിന്റെ മോട്ടിവേഷൻ, വിശുദ്ധന്മാരായ മക്കളുടെ മോട്ടിവേഷൻ എപ്പോഴും വിശുദ്ധനായ ദൈവം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒരല്പം പോലും എന്ത് ചെയ്തില്ല, ചെയ്യത്തേയില്ല. നമ്മളെ എത്ര കാര്യം ഞാൻ പറയത്തില്ല, പക്ഷെ താഴെ ദൈവം ഒരു കാര്യം ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ അതുകൊണ്ടാണ് പറയാം, നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധിയുടെ മോഡൽ എപ്പോഴും ദൈവം ആയിരിക്കണം. ഇനി കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. ഈ പ്രവാചകനായ യെശയ്യാവ് ആളുകളെ നോക്കി പ്രവചിച്ചതിൻ്റെ കാര്യങ്ങളാണ് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞു, അയ്യോ അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, ദൈവമാരെന്നിവര് കഴുത തന്റെ യജമാനെയും കാള തന്റെ ഉടവിനെ അറിയുന്നു, ഈ ജനം എന്നെ. പിന്നെ പറഞ്ഞിരിക്കുന്നു, തല മുതൽ കാല് വരെ വ്രണമാണ്, വെച്ച് കെട്ടിയിട്ടില്ല, ഞെക്കി പിടിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരാൾ പറയുമ്പോ ആ പറയുന്ന ആളെ കുറിച്ച് എന്തായിരിക്കും കാഴ്ചപ്പാട്? ഇല്ലേ, അങ്ങനെയില്ലേ? നമ്മൾ ചില വിശുദ്ധിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഓർക്കത്തില്ലേ, ഇദ്ദേഹം സൂപ്പറായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച പലതും അദ്ദേഹം പറഞ്ഞു കേട്ടോ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ 6-ാമത്തെ അധ്യായത്തിൽ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യനെന്ന് പ്രസംഗം കേട്ട ആളുകളാണോ കരുതിയത്, പ്രസംഗിച്ച മാസ്റ്ററാണോ കരുതിയത്? അതിന്റെ കാര്യം എന്തെന്നറിയോ? ഈ ആളുകളുടെ അകൃത്യവും ഭാവവും എല്ലാം കണ്ടപ്പോ പ്രസംഗിക്കുന്ന ആർക്കാണെങ്കിലും തോന്നിപ്പോയി ഇവരെക്കാളൊക്കെ ബെറ്റർ ഞാൻ തന്നെ.
ആണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ സീനൊന്ന് മാറ്റി, ഇനി നീ ഇവരെ ആയിട്ട് കമ്പയർ ചെയ്യണ്ട, ഇനി നീ കമ്പയർ ചെയ്യാണ് എന്നെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അവിടെ തീർന്നു പ്രവാചകന്റെ ശബ്ദം. അതാണ് ഞെരുക്കോന്ന് ഞാൻ പറഞ്ഞേ. അവിടെ ഞെരുക്കോന്ന് പറഞ്ഞേ. ഇവിടെ ഒരുത്തൻ കരയൂ, ഇവിടെ ഒരുത്തൻ മുറുങ്ങൂ, ഇവിടെ ഒരുത്തൻ ചോദിക്കൂ, അയ്യോ ഞാൻ അകൃത്യം വഹിക്കുന്നു, അയ്യോ ഞാൻ പാപത്തോട് അല്ലെങ്കിൽ അകൃത്യത്തോടുകൂടി. ഇവിടെ ഒഴുക്കപ്പെടുന്ന ദൈവീക അനുഭവത്തിന്റെ പേരാണ് കൃപ. ഇതാ ഞെരുക്കോന്ന് ഞാൻ പറഞ്ഞു. എന്നറിയോ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് കർത്താവ് തന്റെ മാറ്റമില്ലാത്ത വചനം, ബാങ്ക്റപ്റ്റ് എന്ന് പറയത്തില്ല, എന്താണ് പറഞ്ഞേ, കടമുള്ള കടം കയറി മുടിഞ്ഞ നമ്മളോട് പറയാണ്, നിങ്ങൾ ഇത്രയും പേയ്മെന്റ് നടത്തണമെന്ന്. നിങ്ങൾ പറ എന്ത് ചെയ്യുമെന്ന് പറ, നിങ്ങൾ പറയും ചെയ്യുമെന്ന്. അവിടെ എല്ലാരും പറയും, കർത്താവേ. മറ്റൊരാളുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തിയാൽ എനിക്ക് തോന്നും കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുത്തിയതല്ല. നിങ്ങൾക്കറിയോ, ഈ സക്കേവൂസിന്റെ വീട്ടിൽ യേശു വന്നപ്പോ എനിക്കുള്ളതെല്ലാം അല്ലെങ്കിൽ എന്താ പറയുക, 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, വഞ്ചിച്ച 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, പിന്നെ ഉള്ളത് പകുതി കൊടുക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ച ആ ഭാഗം വായിച്ചോ? യേശു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. അയ്യോ, കാര്യം എന്താണെന്നറിയോ? യേശുവിനെ കാണാനേ ഇദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. യേശുവിനെ കാണുന്നതിന് മുമ്പ് യേശു അദ്ദേഹത്തെ കണ്ടു. ശരിക്കുള്ള നോട്ടത്തിൽ പുള്ളിയിൽ വന്ന വ്യത്യാസം. ഞാൻ ഞെരുക്കുന്നു പറഞ്ഞാൽ തൊട്ടടുത്ത ഭാഗത്ത് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, കർത്താവേ നിത്യരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അപ്പം കർത്താവ് തിരിച്ചു വെച്ചു, ശരി നിത്യരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നിനക്ക് തോന്നുന്നത്? അന്ന് പറയും ന്യായപ്രമാണം അല്ല അനുസരിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു, അത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, കൊലയരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. എന്നിട്ട് അതേ ഒരു കാര്യം, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ. ഇദ്ദേഹം ഞെരുക്കം വരുന്നുണ്ട്. ഞെരുക്കുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നു. അപ്പൊ കർത്താവ് അവനെ നോക്കി സ്നേഹിച്ചിട്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, he looked unto him and he loved him and said, എന്താ പറയുന്നറിയോ? നിനക്കുള്ളതെല്ലാം 10 സെന്റ് വിൽക്കാനല്ല പറഞ്ഞേ, നിനക്കെല്ലാം വിറ്റിട്ട് വന്ന്. അവിടെ പറഞ്ഞു അവൻ ധനവാനാകൊണ്ട്, അവനത് മനസ്സിലാകൊണ്ട് അവൻ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തറിയോ? അവനെ ഞെരുക്കി. അതിന്റെ അർത്ഥം അവനെല്ലാം വിൽക്കണമെന്നല്ല, ഇവൻ ഇതെല്ലാം അനുസരിച്ചവനല്ലേ. എല്ലാം അനുസരിച്ചവനെ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ കൈ ക്ലീൻ ആണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാവരും പറയും ക്ലീൻ പാസ്റ്റേ, ഞാൻ കുളിച്ചിട്ടാ വന്നത്. പക്ഷേ ചിലപ്പോൾ മെഡിക്കൽ പ്രാക്ടീസിനോട് അല്ലെ ഡോക്ടറോട് ചോദിച്ചാൽ പുള്ളി പറയും, അതിനുള്ള സാധനം വെച്ച് നോക്കിയാൽ പറയും പോക്കാന്ന് പറയും. എന്നതുപോലെ ദൈവം എന്തെന്നറിയാം, അവരെ ഞെരുക്കും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവമക്കളെ എല്ലാവരും ദൈവം ഇങ്ങനെ ഞെരുക്കട്ടെ. വേറെ രീതിയിലൊക്കെ ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യല്ലേ. ഇങ്ങനെ ഞെരുക്കുമ്പോ വിളിക്കും, കർത്താവേ കൃപ വേണോ. അത് വിളിക്കുന്നത് ആരാണെന്നറിയോ? അത് വിളിക്കുന്ന മക്കളെ വിളിക്കത്തുള്ളൂ. ആരെ വിളിക്കത്തുള്ളൂ? അതാരെ വിളിക്കത്തുള്ളൂ? നമ്മൾ അറിയാതെ അമ്മേന്ന് വിളിക്കുന്ന പോലെ നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പേരൻസിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ വീട്ടിലോട്ടേ ഓടിപ്പോത്തുള്ളൂ. വഴി നമ്മുടെ വീട്ടിലോട്ട് എങ്ങനെയാലും ചെല്ലുന്നതാണ് ആശ്വാസം എന്നതുപോലെ. ഇന്നിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള പദവി അത് മക്കൾ എന്നുള്ള പദവിയാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? അനുസരിക്കുക എന്നുള്ളതാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലായിടത്തും വിശുദ്ധനാകുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ദൈവസഭയിൽ കവിണ്ണു വീഴും. പക്ഷെ അവിടെ കവിണ്ണു വീഴുമ്പോ കാലെ തട്ടി മാറ്റുന്ന അപ്പനല്ല, കൃപയുടെ അസാധാരണമായി ഒഴുകും. ഓ ഹല്ലേലൂയ. ലോകം നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റും. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ
ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപ വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുടെ വ്യാപാരം വേണം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രോസസ്സാണ്. ഇത് എപ്പോ വരെയാണെന്നറിയോ? നമ്മൾ മരിക്കുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പല സാഹചര്യങ്ങളിൽ, സമയങ്ങളിൽ നമ്മൾ കെട്ടിപ്പൊക്കിയത്, അവൻ നമ്മൾ ഒരുക്കി കൂട്ടിയത്, അവൻ സ്തോത്രം തകർന്ന് താഴോട്ട് വീഴുന്നു എന്ന് തോന്നുമ്പോ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവൻ മക്കൾ, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലത് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിനേക്കാൾ നമ്മളെ കുറിച്ച് നല്ലത് കരുതുന്ന, നമ്മളെ കുറിച്ച് നല്ല ഉദ്ദേശിച്ചിരിക്കുന്ന പിതാവാ ദൈവത്തെ നമ്മൾ അനുഗമിക്കേണ്ടത്, അനുസരിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, ശുശ്രൂഷിക്കേണ്ടത് റിലേഷൻഷിപ്പിലാകണമെന്നാണ് ദൈവത്തിന്റെ വചനം. കാരണം ഹല്ലേലൂയ, നമ്മൾ അനുസരണമുള്ള മക്കളായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവൻ മടങ്ങി വരാൻ കാര്യം ഇവന്റെ അപ്പനാണെന്നോ ഇവന്റെ വീടാണെന്നുമുള്ള ബോധ്യത്തിലാ. ഓ, വന്ന വഴിക്ക് ഒത്തിരി വീടുകൾ കണ്ടു, വന്ന വഴിക്ക് ഒത്തിരി മനുഷ്യരെ കണ്ടു, പക്ഷെ അവരുടെ ഇടുക്കിൽ അങ്ങ് പോകാതിരുന്നതിന്റെ കാര്യം അത് അപ്പനെന്നുള്ള ബോധ്യത്തിലാണ് അവൻ മടങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഉടമ രക്ഷകൽ കടകട കരുതിയ ഇവിടെ ഇരിക്കുന്നവർ ഞെരിങ്ങട്ടെ, ഞെരിങ്ങട്ടെ, ഞെരിങ്ങട്ടെ. ഇന്ന് പകൽ ഇവിടെ ഞെരുങ്ങിയവരിപ്പുണ്ട്. ഇത് ഭൗതികമായ വിഷയത്തിൽ ഞെരുങ്ങലല്ല. കർത്താവ് നമ്മളെ ഞെരുക്കട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും എനിക്ക് എത്രമാത്രം അധികം കർത്താവിന്റെ കൃപ വേണമെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയധികം കർത്താവിനെ വേണമെന്ന്. അന്നേരം നമ്മുടെ അഹങ്കാരം കുറയും, അന്നേരം നമ്മുടെ ഗർവം വീഴോ, അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം പ്രതിഫലം, പ്രവൃത്തിയുടെ പ്രതിഫലം വാങ്ങിച്ച അവൻ നമ്മൾ ഒരിക്കൽ അവൻ ദൈവത്തിന്റെ മുമ്പാകെ കിരീടങ്ങളെ താഴെ ഇടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പ്രവർത്തിക്കാണ് കിരീടങ്ങൾ, പ്രവർത്തിക്ക് പ്രതിഫലമുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ ആ കിരീടങ്ങളെ താഴെ ഇടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ. ഇതിനെല്ലാം കാരണം അജ്ഞാനകാലത്ത് നിങ്ങൾ അനുസരിച്ച് നടന്നതിനെ ഇന്നും മാതൃകയാക്കാതിരിക്കുന്നത്. ആമേൻ. എന്താണെന്നറിയോ? ഞാൻ മക്കളായെന്നുള്ള, ഞാൻ മകനാണ് മകളാണെന്നുള്ളത് ഉറപ്പാ. ഓ, ഇന്ന് പകൽ ആ ബന്ധം ആഴത്തിൽ ക്ഷണിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് മേൽ ദൈവകൃപയുടെ ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന നിയോഗം ഇങ്ങനെയാണ്. Thank you, Holy Spirit of God. 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 Hallelujah. ദൈവത്തിന്റെ കറക്ഷനിൽ പോലും, ദൈവത്തിന്റെ ബാലശിക്ഷകളിൽ പോലും ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ വ്യക്തിപരമായി ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ അവൻ തരുന്ന ദൈവിക ചിന്ത ഇതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജനറൽ ആയിട്ടാണ് മെസ്സേജ് കേട്ടത്. കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലായി കാണില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ അവിടുത്തെ സ്നേഹത്താൽ ഞെരുക്കാൻ. നമ്മൾ മാറുമോ? നമ്മൾ പറയും സാധ്യത കുറവാ പാസ്റ്ററേ. പക്ഷെ കർത്താവ് പറയും, ആമേൻ, നിന്നെ ഞാൻ മാറ്റുവാൻ നിന്റെ മേൽ എന്റെ കൃപയുടെ കരം ഞാൻ ചലിപ്പിച്ചാണോ. ഹല്ലേലൂയ. ധനമത്സംഗത്തെ പ്രവേശിക്കാൻ സാധ്യമോ അസാധ്യം എന്ന് മനുഷ്യൻ പറഞ്ഞു, പക്ഷെ ദൈവത്താൽ സാധ്യവും. ഹല്ലേലൂയ. ആമേൻ. പ്രവചിച്ച പ്രവാചക അങ്ങേക്കെന്ത് പറ്റി? അയ്യോ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ദൈവം എന്നെ ഞെരുക്കി കളഞ്ഞു, അതുകൊണ്ട് എനിക്ക് നിലവിളിക്കേണ്ടി വന്നു. നിലവിളിച്ച പ്രവാചക അങ്ങേക്ക് എന്താ സംഭവിച്ചേ? നിലവിളിച്ച പ്രവാചകൻ പറയോ, ഇതാ സ്വർഗത്തിൽ നിന്നോ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നോ ഒരു തീ ആമേൻ കവളയിൽ പിടിച്ചുകൊണ്ട് എന്റെ അതരത്തെ തൊട്ടു. ഇന്ന് പകൽ ആമേൻ, ഹല്ലേലൂയ. നമുക്ക് മനുഷ്യനെ വിശ്വസിക്കേണ്ട, നമുക്ക് നമ്മളെ വിശ്വസിക്കേണ്ട, പക്ഷെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ വിശ്വസിക്കുക. ദൈവം ഇടയ്ക്ക് വെച്ച് പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാരും പറയണം, ആ ധനവാൻ പൊക്കളഞ്ഞ പോലെ ദൈവം ഞെക്കുമ്പോ പൊക്കളയരുത്, പൊക്കളയരുത്. ആ ഞെരുക്കത്തിൽ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നെങ്കിൽ കൃപയുടെ ബഹുത്വമുണ്ട്. അവൻ
വന്നത് ഗർവത്തോടെ, അഹങ്കാരം, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്നു പറഞ്ഞു. കർത്താവ് ഞെക്കിയിട്ടും അവന്റെ ഗർവം മാറിയില്ല, ദുഃഖിതനായി പോയി. അതുകൊണ്ട് വചനം പറയുന്നത് ഹല്ലേലൂയ, അവൻ അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം. പത്രോസേ, അങ്ങെന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത്ര ശക്തമായിട്ട് പറഞ്ഞത്? താൻ പറയും, എനിക്ക് കൃപ ലഭിച്ചു. എനിക്ക് ദാവീദ് അനേക നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ. വീട് പോയപ്പോൾ ദൈവത്തിന്റെ കൃപ പകർന്ന പ്രാപിച്ചവൻ പറയുന്നു ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് ഞെരുക്കട്ടെ. നെഗറ്റീവ് മീനിങ്ങിലല്ല ഞാൻ പറഞ്ഞേ, നമ്മളിൽ നിന്ന് കൃപയുടെ പകർച്ച നമ്മളിലേക്ക് പകരത്തക്ക വിധത്തിൽ. ദാവീദിന്റെ വീട്ടിൽ വന്ന പ്രവാചകൻ, അവൻ ആളെ എണ്ണിയപ്പോൾ 7 പേര് നിവർന്ന് നിൽക്കുക. ഗുണമുള്ള, അവൻ പൊക്കമുള്ള, ആരോഗ്യമുള്ള രാജാവാകാൻ പറ്റിയതിനെ നിരന്ന് നിർത്തി. പക്ഷേ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ഇവരാരുമല്ല. ശമൂവേൽ അപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇനി ആരുമില്ലേ, ഇനി ആരുമില്ലേ, ഇനി ആരുമില്ലേ? അപ്പൊ ഇവരെയൊന്നും കൊള്ളത്തില്ലെങ്കിൽ പിന്നെ ഇനിയുള്ളവനെ കൊള്ളത്തില്ല. പക്ഷേ അവൻ അപ്പ, അവൻ ലോകത്തിന്റെ അപ്പ, നിന്റെ കണ്ണിൽ അവൻ ഈ നിൽക്കുന്നതൊക്കെ യോഗ്യരായിരിക്കും. പക്ഷെ കൃപയുടെ വ്യാപാരം അഭിഷേകത്തിലൂടെ വെളിപ്പെടുമ്പോ അപ്പനും അമ്മയിലും ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് യഹോവയുടെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് ഒരുത്തൻ കാട്ടിൽ കിടപ്പുണ്ട്. അവന്റെ സ്ഥിതിയെ ഞാൻ മാറ്റാൻ തുടങ്ങുകയാ. പ്രവാചകനായ യെശയ്യാവ്, അവൻ അപ്പോസ്തലനായ പത്രോസുമൊക്കെ നമ്മോട് ചേർന്നിട്ട് പറയും, ദൈവമക്കളെ നമുക്ക് കൃപ വേണം, ദൈവം നമ്മെ ഞെരുക്കട്ടെ. ആ ഞെരുക്കത്തിലൂടെ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോ ഹല്ലേലൂയ, അപ്പൻ മക്കളോട് എന്നതുപോലെ, അമ്മ മക്കളോട് എന്നതുപോലെ അവൻ ദൈവത്തിന്റെ ആഴങ്ങൾ അവൻ വെളിപ്പെടുത്തി. ദൈവത്തിന്റെ കാര്യപരിപാടികളിൽ നമ്മളെ പൂർത്തീകരിക്കുമെന്ന് വിശ്വാസത്തോടെ അതിനായി ദൈവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു.